അപ്പോൾ ഹായ് ഗൈസ്. അപ്പോൾ PHP എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ച് ഐഡിയാസ് ഉണ്ടായിരുന്നില്ല, മനസ്സിലാവുന്നില്ല. എന്താ PHP എന്ന് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ക്ലാസ് ആണ്. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, കാരണം ചെറിയ വീഡിയോ തന്നെ ആയിരിക്കും. അപ്പോൾ എന്താണ് PHP, എന്താണ് അതിന് ലോജിക്ക്, എങ്ങനെയാണ് നമുക്ക് PHP കോഡ് എഴുതാം, എന്താണ് PHP യിൽ നടക്കുന്ന ലോജിക്ക്, ഇതെല്ലാം ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അതിന് മുമ്പ് HTML കുറിച്ച് എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ, HTML എന്താണെന്നൊക്കെ. അപ്പോൾ HTML പറയുന്നത് മാർക്കപ്പ് ലാംഗ്വേജ് ആണെന്ന് നമുക്കറിയാം. എന്താ ഈ മാർക്കപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ വെബ്സൈറ്റിൽ നമ്മുടെ കാര്യങ്ങളും ടെക്സ്റ്റും ബട്ടൺസും ഡിസൈൻസും കാര്യങ്ങളും എല്ലാം കൂടി നമ്മൾ കൊണ്ടുപോകാനാണ് HTML ഉപയോഗിക്കുക. പിന്നെ ഈ സ്റ്റൈൽ .css കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ്, ഇത് രണ്ടും കൂടിയിട്ട് നമ്മൾ HTML ചെയ്തു വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് സ്റ്റൈലുള്ള HTML വർക്കാവുന്ന ഒരു സ്റ്റാറ്റിക് പേജ് ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ ഗൂഗിളിന്റെ പേജ് നമ്മളിപ്പോൾ ക്രോം ബ്രൗസർ കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്തു, ഗൂഗിളിന്റെ എന്താ പറയാ സെർച്ച് ബാർ കാണിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അവിടെ ഉള്ള കാര്യങ്ങളെല്ലാം മാറ്റാൻ പറ്റില്ല. അത് സ്റ്റാറ്റിക് ആണ്. ഓൾറെഡി അവർ പിന്നാലെ പ്രീഡിഫൈൻ ചെയ്ത് വെച്ച കാര്യമാണ്. നമുക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. വി ക്യാൻ ഓൺലി വ്യൂ, ആ പേജ് നമുക്ക് കാണാൻ മാത്രമേ സാധിക്കുള്ളൂ. പക്ഷേ PHP ആണെങ്കിൽ ആ കാണുന്ന ബട്ടൺസ്, ഇപ്പൊ നമുക്ക് കുറെ യൂട്യൂബ് കാണും, ഈ മറ്റേ ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ആപ്പ് ഓപ്പൺ, കുറെ ആപ്പ് ഉണ്ടാവും, ഗൂഗിൾ, ജിമെയിൽ, ഡ്രൈവ് പറഞ്ഞിട്ട്. അപ്പൊ ഈ ബട്ടൺസും അതിന് പിന്നാലെ നടക്കുന്ന ലോജിക്കും ഒക്കെയാണ് ഈ PHP എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ പ്രോജക്റ്റ് തന്നെ എടുത്തു കഴിഞ്ഞാൽ മൈനർ പ്രോജക്റ്റിൽ എല്ലാവരും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് ജാവാസ്ക്രിപ്റ്റ് ആണ്. ഇപ്പൊ വെറും HTML പേജ് മാത്രം നിങ്ങൾ ഉണ്ട്, ബാക്കിൽ ലോജിക്കലിൽ അത് വലുത് വർക്കാവും. ഇപ്പൊ ഒരു വീടുണ്ട്, ആ വീട്ടിൽ എന്താ പറയാ കുറെ സ്വിച്ചസ് ഉണ്ട്, ഫാൻ ഇടാൻ ഒരു സ്വിച്ച്, ലൈറ്റ് ഇടാൻ ഒരു സ്വിച്ച്, അങ്ങനെ കുറെ സ്വിച്ചസ് ഉണ്ട്. പക്ഷെ ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ ആ സ്വിച്ചസ് ഒക്കെ വർക്കാവും. വെറുതെ സ്വിച്ച് നമ്മൾ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ ആ സ്വിച്ച് ഇട്ടാൽ ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ ആ ഫാൻ കറങ്ങുള്ളൂ, ലൈറ്റ് വർക്കാവുള്ളൂ. അപ്പൊ ആ കറണ്ട് ആണ് അവിടത്തുള്ള ലോജിക്. അതുപോലെ HTML പേജിൽ കുറെ കണ്ടന്റ്സ് ഉണ്ടാവും, വെൽക്കം ടു മൈ പേജ് എന്നോ അങ്ങനെ കുറെ കണ്ടന്റ്സ് ഉണ്ടാവും. പക്ഷെ കണ്ടന്റ്സ് എല്ലാം വർക്ക് ആവണമെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു രജിസ്ട്രേഷൻ ഫോം ഉണ്ട്, ആ രജിസ്ട്രേഷൻ ഫോമിൽ നമ്മൾ നെയിം ചോദിക്കുന്നുണ്ട്, പേര് ചോദിക്കുന്നുണ്ട്, ഇമെയിൽ ചോദിക്കുന്നുണ്ട്, ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട്, ഈ കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം ജസ്റ്റ് എന്താണ് ഷോ മാത്രം ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ സബ്മിറ്റ് എന്ന ഒരു ബട്ടൺ ഉണ്ടാവും. ആ സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടന്റെ പിന്നാലെ നമ്മൾ ലോജിക് കൊടുക്കുന്നതാണ് ഈ PHP. ജസ്റ്റ് എന്താ പറയാ HTML ആണെങ്കിൽ നമ്മൾ സബ്മിറ്റ് കൊടുക്കും, അത് കാണിക്കില്ല, നമ്മൾ എവിടെ പോയി എന്തായാലും നമുക്ക് അറിയില്ല. ജസ്റ്റ് നമുക്ക് സബ്മിറ്റ് കൊടുക്കുക, റീസെറ്റ് കൊടുക്കുക, കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ PHP കോഡിൽ നമ്മളൊരു രജിസ്ട്രേഷൻ ഫോം ചെയ്യുമ്പോൾ ആക്ച്വലി ഇത് എന്ത് ചെയ്യുന്നുണ്ട്, യൂസറിന്റെ ഇൻപുട്ട് അത് സ്റ്റോർ ചെയ്യുന്നുണ്ട്, എടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഇപ്പൊ എന്റെ പേര് ശ്രീരാംബരി ഞാൻ കൊടുത്തു, എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു, എന്റെ ഫോൺ നമ്പർ കൊടുത്തു, അതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഈ PHP എന്ന് പറയുന്ന സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എല്ലാം സ്റ്റോർ ചെയ്തിട്ട് നമ്മൾ സബ്മിറ്റ് കൊടുക്കുമ്പോൾ നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം വേൾഡ് കാണിക്കും. പക്ഷെ HTML ആണെങ്കിൽ കാണിക്കും, ജസ്റ്റ് സബ്മിറ്റ് കൊടുത്താൽ അത് അപ്പം തന്നെ പോകും. ബ്രൗസർ കാഷ്വലിൽ വർക്ക് ആവുന്നത്. PHP വർക്ക് ആവുന്നത് സർവർ സൈഡിലാണ്. PHP വർക്ക്. എന്താ സർവർ നമുക്കറിയാം, നമ്മുടെ PHP കോഡ് നമ്മൾ എവിടെയാണ് റൺ ചെയ്യുന്നത്, ലോക്കൽ ഹോസ്റ്റിലാണ് റൺ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ലോക്കൽ ഹോസ്റ്റിൽ റൺ ചെയ്യാൻ കാരണം ഇത് സർവർ സൈഡിലാണ് വർക്ക് ചെയ്യുന്നത്. കാരണം ഇത് ഡേറ്റാസ് എല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്നത് സർവറിലാണ്, അവിടെയാണ് ഇത് ഡേറ്റാസ് എല്ലാം പ്രോസസ് ചെയ്യുക. ഇപ്പൊ നമ്മുടെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ജാവാസ്ക്രിപ്റ്റ് ഉണ്ട്, PHP ഉണ്ട്. ഇത് രണ്ടും സിമിലർ ലാംഗ്വേജ് ആണ്, സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് അതിനെ പറയാം. HTML പറയുന്നത് മാർക്കപ്പ് ലാംഗ്വേജും, ഇതിനെല്ലാം നമ്മൾ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് പറയും. ചിലപ്പോൾ വൈവേഗൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ അറിയണം, PHP ജാവാസ്ക്രിപ്റ്റോ അതെല്ലാം എന്താണ്, സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. ഇത് നമുക്ക് ബാക്കിൽ ലോജിക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലാംഗ്വേജ് സെറ്റ് ആണ്, നമുക്ക് ആദ്യം മനസ്സിലാവണം. അപ്പൊ ഈ PHP നമ്മൾ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക, എങ്ങനെയാണ് നമ്മൾ കോഡ് വർക്ക് ആകാൻ സ്റ്റാർട്ട് ആകുന്നൊക്കെയാണ് പറയുന്നത്. PHP നമ്മൾ ആദ്യം കോഡ് നമ്മൾ എഴുതണമെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു ലോജിക് നമ്മൾ എഴുതിയെങ്കിൽ PHP ആദ്യം PHP നമ്മൾ ഓപ്പൺ ചെയ്യണം. PHP ടാഗ് നമ്മൾ ഓപ്പൺ ചെയ്യണം. PHP എന്ന് പറയുന്ന ഈ ടാഗ് ഓപ്പൺ ചെയ്തതിനു ശേഷം മാത്രമേ നമുക്ക് അതിലുള്ള കോഡൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇനി അടുത്ത ബേസിക്സ് ഒക്കെ നമുക്ക് പറയാം. ഇപ്പൊ ഈ PHP എന്ന ടാഗ് നമ്മൾ ഓപ്പൺ ചെയ്തു, ഇനി നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ PHP എങ്ങനെ ക്ലോസ് ചെയ്യും, അവിടെ കൂടുതൽ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും. PHP ടാഗ് എങ്ങനെ ക്ലോസ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്കും ഇങ്ങനത്തെ ഒരു എന്താ പറയാ ഗ്രേറ്റർ ദാൻ സിമ്പിൾ ആണ് ഇതിന്റെ ക്ലോസിംഗ്. ചിലവര് ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇവിടെ എഴുതിയിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇവിടെ എഴുതും, അതൊക്കെ തെറ്റാണ്. എപ്പോഴും ആദ്യം ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് പിന്നെ ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇടുള്ളൂ കേട്ടോ. മാർക്കൊന്നും ശരിയില്ല, അതുകൊണ്ടാണ് സ്കെച്ച് കൊണ്ടാണ് എഴുതുന്നത്, പക്ഷെ അതൊന്നും വരുന്നില്ല. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് പറയാൻ ഉദ്ദേശിച്ചാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് PHP കോഡൊക്കെ വരാം. പിന്നെ നമ്മൾ കുറെ വേരിയബിൾസ് ഉണ്ട്. നിങ്ങൾക്ക് ചോദിക്കാം, കുറെ ഡോളർ പറഞ്ഞിട്ട് എല്ലാവരുടെയും ഡോളറിന്റെ എന്താ പറയാ സിമ്പിൾ ആണ് PHP ഫുള്ളും കാണുന്നത്. ഈ ഡോളർ എന്ന് പറയുന്നത് വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. അതെന്ന് പറയുന്നത് ഡിക്ലറേഷന് മാത്രമല്ല, നമ്മൾ എവിടെയൊക്കെയാണോ വേരിയബിൾ PHP പറയുന്ന കോഡിൽ നമ്മൾ ഉപയോഗിക്കുന്നത്, അതിന്റെ പുറകെ എല്ലാം നമ്മൾ ഡോളർ കിട്ടണം. അത് അതിന്റെ കണ്ടീഷനാണ്. PHP ഒരു റൂളാണ്, ഡോളർ കമ്പൽസറി ആയിട്ട് നമ്മൾ ഇടണം. ഏതെങ്കിലും വേരിയബിൾ ആണെങ്കിൽ അതിന് മസ്റ്റ് ബി ദേർ, അത് കമ്പൽസറി
കമ്പൽസറി ആണ്. പിന്നെ എക്കോ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ നോർമൽ പ്രിന്റ് ചെയ്യാൻ നമ്മുടെ സൈറ്റിൽ എന്തെങ്കിലും പ്രിന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എക്കോ എന്ന് പറയുന്ന സാധനമാണ് PHP ഉപയോഗിക്കുന്നത്. പിന്നെ ഗെറ്റ് പോസ്റ്റ്, ഈ രജിസ്ട്രേഷൻ ഫോമിലെല്ലാം ഗെറ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഒക്കെ ഉണ്ടാവും. ഗെറ്റ് എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി കുറവായിട്ടുള്ളതും പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റി കൂടുതൽ. എന്താണ് ഈ സെക്യൂരിറ്റി കുറവും കൂടുതൽ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഗെറ്റ് എന്ന് പറയുന്ന മെത്തേഡിൽ ഇപ്പോൾ സിംപിളി നമ്മളൊരു പേജിൽ സൈൻ ചെയ്ത് ഇപ്പോൾ SBTE പോർട്ടലിൽ എടുക്കുക, അതിൽ നമ്മളുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നുണ്ട്, പാസ്വേഡ് എല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ കൊടുക്കുന്ന ഡീറ്റെയിൽ എല്ലാം ആ URL മുകളിൽ നിങ്ങൾ കണ്ടറിയാം, https://sbt.gov.kerala.in എന്നൊക്കെ കുറെ ആ ലിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ലിങ്കില് എന്താ പറയാ, ഗെറ്റ് മെത്തേഡാണ് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ നമ്മളുടെ ഡേറ്റാസ് നമ്മളിപ്പോൾ യൂസർ നെയിമോ രജിസ്റ്റർ നമ്പറോ നമ്മുടെ പാസ്വേഡ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് കാണിക്കും. ഇതെന്താ പറയും, ഡേറ്റാസ് ഗെറ്റ് എന്ന് പറയുന്നത് ഡേറ്റാസ് എക്സ്പോസ് ചെയ്ത് കാണിച്ചിരും. നമ്മൾ കൊടുത്ത ഡേറ്റാസ് എല്ലാം ലിങ്കിൽ കാണപ്പെടും. പക്ഷെ പോസ്റ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഡേറ്റാസ് എല്ലാം ഹൈഡ് ചെയ്യും, കാണിക്കില്ല. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഡേറ്റാസ് ഒന്നും ആ URL ഉണ്ടാവില്ല. അപ്പൊ URL സേഫ് ആയിരിക്കും. പിന്നെ അതിന്റെ പിറകെ HTTPയും HTTPSഉം ഉണ്ട്. അപ്പൊ HTTP എന്ന് പറയുന്നത് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ വിത്തൗട്ട് സെക്യൂരിറ്റി ആണ്. HTTPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂർ പ്രോട്ടോകോൾ ആണ്. അതിലാണ് ഈ പോസ്റ്റ് കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം സെക്യൂരിറ്റി എൻഹാൻസ് ചെയ്യാനും സെക്യൂരിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് HTTPS എന്ന് പറയാ. ഈ HTTPS ഈ പോസ്റ്റ് എന്ന് പറയുന്ന മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. കാരണം ഇത് ഡേറ്റാസ് നമ്മൾ കൊടുക്കുന്ന ഡേറ്റാസ് ഒന്നും ആ ലിങ്കിൽ എന്ത് ചെയ്യുന്നില്ല, ഷോ ചെയ്യില്ല. അപ്പൊ ലിങ്ക് ഹൈഡ് ചെയ്ത് വെക്കും. URL എന്ന് പറഞ്ഞാൽ എന്താ അറിയാലോ, നമ്മുടെ ലിങ്ക് https://google.com ഇതാണ് ഒരു URL എക്സാമ്പിൾ. ആ URL നമ്മൾ കൊടുക്കുന്ന ഡേറ്റാസ് എല്ലാം കാണിക്കുന്നതാണ് ഈ ഗെറ്റ് മെത്തേഡ്. ഗെറ്റ് മെത്തേഡ് നമ്മൾ കൊടുക്കുന്ന ഡേറ്റാസ് എല്ലാം എന്ത് ചെയ്യും, ഷോ ചെയ്യും. പക്ഷെ പോസ്റ്റ് ആണെങ്കിൽ ആ ഡേറ്റാസ് ഹൈഡ് ചെയ്യും. ഷോ ചെയ്യണതാണോ ഹൈഡ് ചെയ്യണതാണോ സെക്യൂരിറ്റി, നമ്മുടെ യൂസർ നെയിം നമ്മളുടെ രജിസ്റ്റർ നമ്പർ പാസ്വേഡ് എല്ലാം ഷോ ചെയ്യണതാണോ സെക്യൂർ, ഹൈഡ് ചെയ്ത് വെക്കുന്നതാണോ സെക്യൂർ, ഹൈഡ് ചെയ്ത് വെക്കുന്നതല്ലേ. അതാണ് ഈ പോസ്റ്റ് മെത്തേഡും ഗെറ്റ് മെത്തേഡുള്ള വ്യത്യാസം. ചിലതൊക്കെ ഞാൻ ചെറിയ ചെറിയ കോഡൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഫോമിന്റെയും മറ്റേ ഇലക്ട്രിസിറ്റി ബില്ലിന്റെ കാര്യം, ആ ചെറിയ ചെറിയ കോഡൊന്നും എടുത്ത് നോക്കുക, അതിലറിയാം. ഓരോ വേരിയബിളും ഞാൻ പോസ്റ്റ്, ചിലതെല്ലാം ഞാൻ ഗെറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ചില ആ കോഡിൽ അയച്ചിട്ടുണ്ട്. ആ കോഡിന്റെ എക്സാമ്പിൾ ഞാൻ അയക്കാം. എന്തുകൊണ്ടാണ് ഞാൻ വേരിയബിൾ എല്ലാം കൊണ്ട് ഗെറ്റിലും പോസ്റ്റിലും സ്റ്റോർ ചെയ്യണത് അറിയാം. ഇപ്പൊ നമ്മള് രജിസ്ട്രേഷൻ ഫോം ആണെങ്കിൽ ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ലിനെ എടുക്കാം, അതാണ് ബെസ്റ്റ് എക്സാമ്പിൾ. ഇപ്പൊ കൺസ്യൂമർ നമ്പർ ഉണ്ട്, കൺസ്യൂമർ നെയിം ഉണ്ട്, പ്രീവിയസ് റീഡിംഗ് ഉണ്ട്, എന്താ പറയാ പ്രസന്റ് റീഡിംഗ് ഉണ്ട്. ഇതെല്ലാം ഞാൻ ഗെറ്റ് എന്ന് പറയുന്ന മെത്തേഡിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ലിങ്കിൽ അതെല്ലാം കാണിക്കുന്നതായിരിക്കും. പോസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പോസ്റ്റ് ആ ഡേറ്റാസ് എല്ലാം ഹൈഡ് ചെയ്ത് വെക്കും. ഇതാണ് അതിലുള്ള വ്യത്യാസം. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു വേരിയബിൾ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്താ പറയാ പ്രസന്റ് റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PR എന്ന് കൊടുക്കാം. ഇപ്പൊ എന്താ പറയാ പ്രീവിയസ് റീഡിംഗ് ആണെങ്കിൽ PRS, നമുക്ക് ഇഷ്ടപ്പെട്ട പേരിൽ എന്ത് വേണമെങ്കിലും വേരിയബിളിന്റെ പേര് കൊടുക്കാം. പക്ഷെ ഏത് വേരിയബിൾ നിങ്ങൾ കൊടുത്താലും അതിന്റെ ബാക്കിൽ ഡോളർ വേണം. ഡോളർ ഇസ് കമ്പൽസറി. അപ്പൊ എല്ലാത്തിനും പിന്നാലെ ഡോളർ വേണം. അതേപോലെ എന്ത് PHP കോഡ് നിങ്ങൾ അടിക്കുകയാണെങ്കിലും ഫസ്റ്റ് നിങ്ങൾ PHP എന്ന് പറയുന്ന ടാഗ് എന്ത് ചെയ്യണം, ഓപ്പൺ ചെയ്യണം. അതിലാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരിക. ലെസ് ദാൻ സിമ്പിൾ ഓപ്പണും ലാസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് ക്ലോസ് ചെയ്യുന്നത് ഗ്രേറ്റർ ദാൻ സിമ്പിളും ആണ്. അപ്പൊ ആദ്യം നമ്മൾ ഓപ്പൺ ചെയ്യണം, പിന്നെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു, പിന്നെ PHP എന്ന് പറയുന്നത് നമ്മൾ ഇട്ട് കഴിഞ്ഞു. അതിന്റെ താഴെ നമ്മൾ കോഡെല്ലാം ചെയ്തിട്ട് അവസാനം നമ്മുടെ കോഡിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് ക്ലോസ് ചെയ്യണം. ആദ്യം വരുന്നത് ക്വസ്റ്റ്യൻ മാർക്ക് ആണ്, ക്ലോസ് ചെയ്യുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഗ്രേറ്റർ ദാൻ സിമ്പിൾ ആണ് വരുന്നത്. സോ ഇതെല്ലാം മനസ്സിലാക്കാം. പിന്നെ PHP കോഡ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ റൺ ചെയ്യാൻ ഞാനൊന്ന് ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ ബേസിക്കലി അറിഞ്ഞല്ലോ, PHP എന്ന് പറയുന്നത് ഒന്നുമില്ല, നമ്മൾ ബാക്കിൽ വർക്ക് ആകുന്ന ലോജിക്. ജാവാസ്ക്രിപ്റ്റ് പോലെ തന്നെയാണ് ഇതും, എക്സാക്ട്ലി പോലെ അല്ല, പക്ഷെ കുറച്ച് വ്യത്യാസമുണ്ട്. പക്ഷെ രണ്ടും സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. നമുക്ക് HTML അറിയാം, ജസ്റ്റ് നമുക്ക് കാര്യങ്ങൾ കാണിക്കുന്നേ ഉള്ളൂ. പക്ഷെ അതിന്റെ പുറകെ നടക്കുന്ന